ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ എൻ്റെ നെയ്ബറിൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ട്. അപ്പോൾ പോണ ഒരു വീഡിയോ പുലർച്ചെ. അപ്പോൾ നമ്മൾ പുലർച്ചെ 4 മണിക്കാട്ടോ ഇറങ്ങിയത്. കൊല്ലത്ത് വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ നേരത്തെ എത്തണമെങ്കിൽ അങ്ങനെ ഇതാ നമ്മളൊക്കെ ഒന്ന് ഉറങ്ങി നീച്ചപ്പോഴേക്കും നേരം പരപരാ വെളുത്തുണ്ട് കേട്ടോ. മക്കളൊക്കെ നല്ല ഉറക്കമാണ്. അവർ ഉറക്കമൊന്നും ശരിയാവാതെയാണ് വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വണ്ടിയിലെത്തിയപ്പോൾ അത്യാവശ്യം ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ മെയിലാഞ്ചിയൊക്കെ ഇട്ടൊന്ന് വെറുതെ ഒന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ കുറച്ചങ്ങോട്ട് വിട്ടപ്പോൾ ഇതാ നല്ല ബീച്ചിൻ്റെ സൈഡാട്ടോ, നല്ല കാറ്റും ഉണ്ട്. ഞങ്ങൾക്ക് ഫോട്ടോയിൽ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ നന്നായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ബസ്സിൽ ബോറടിക്കാതെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ പറ്റിയ കാഴ്ചകളായിരുന്നു കേട്ടോ. പിന്നെ സങ്കടം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് വീടുകൾ കാണുമ്പോൾ ആ കടലിങ്ങനെ മേലെ നിൽക്കുന്ന വീടുകളെക്കാട്ടിലും ഉയരത്തിലാണ് കടൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ ഇതാ കൂടുതലും ഇവിടെ കായലുകളും ബീച്ചുകളുമാണ് കേട്ടോ. പിന്നെ കുറേ ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കായലാണ് വരുന്നത് എന്നാണ് പറഞ്ഞത്. കൊല്ലത്താണ് കല്യാണം കേട്ടോ. നമ്മൾ ചെറുതുരുത്തിയിൽ നിന്നാണ് പോണത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് എടുത്ത എൻ്റെ ഫോണിൽ നിന്ന് എടുത്ത ചെറിയ വീഡിയോ ആണ്. അങ്ങനെ അവിടെ നിൽക്കുന്ന ബോട്ടൊക്കെ കാണിച്ചിട്ടാണ് വിചാരിച്ചപ്പോൾ ഫ്രണ്ടിൽ കൂടെ ബസ് പോയിട്ടോ. പിന്നെ ഇടയിൽ വെച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെയൊക്കെ എത്തിയപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ബാക്കി യാത്ര ഉണ്ടായിരുന്നത്. കുറേ വിട്ടപ്പോൾ അതാ നമ്മൾ ഇവിടെ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ നിന്നായിരുന്നു വന്നത്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെയ്ബറിൻ്റെ മോന്. അപ്പോൾ കൊല്ലത്ത് വെച്ചിട്ടാണ്. അങ്ങനെ നമ്മളിവിടെ എത്തി. എൻ്റെ ഹിബമോളും ലുബമോളും ഡ്രസ്സ് ഒരേപോലെ ഞാൻ അടുപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇത് അവിടെ എത്തി. പിന്നെ ഇവിടെ നിന്നൊക്കെ ഫുള്ള് പാട്ടും കാര്യങ്ങളായിരുന്നു. ഇത് ഞാൻ 2ാമത്തെ വട്ടമാണ് അപ്ലോഡ് ചെയ്യണത്. ഇതേപോലെ കോപ്പിറൈറ്റ് ഇഷ്യൂ ആയ കാരണം ചിലർ കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്കായിട്ട് വീണ്ടും കാണാം. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് ചെക്കൻ കയറുകയാണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും തിരിച്ചിറങ്ങും ചെയ്യും. കാരണം അവിടെ എത്താൻ എന്തായാലും 1 മണി 2 മണി പുലർച്ചെയൊക്കെ ആവും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചൊരു കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിക്കാഹ് മുമ്പ് നിക്കാഹ് കഴിഞ്ഞതാണ് തോന്നുന്നുണ്ട്. നിക്കാഹ് കഴിഞ്ഞതാണ്. ഇത് ചെക്കൻ്റെ വീട്ടിലല്ല കേട്ടോ, പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണമാണ്. ചെക്കൻ്റെ വീട്ടിലെ കല്യാണം ഇനി വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ചെക്കന് ലീവൊക്കെ കഴിഞ്ഞ് പോവും. അങ്ങനെ എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല കേട്ടോ. ചെറിയ വേദനയൊക്കെ ഉണ്ട്. പിന്നെ സൗണ്ട് ഒരു മാതിരിയായിട്ട് അതാണ്. നല്ല ഭയങ്കര പെയിനാണ്. തൊണ്ട വേദനയും തലവേദനയൊക്കെ ആയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ അങ്ങനെ കൊല്ലത്ത് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് കൊല്ലത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഒരു കല്യാണം കൂടി. അപ്പോൾ നല്ല ഫോട്ടോഷൂട്ടിലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കേട്ടോ. ഹിബമോൾക്കൊക്കെ അങ്ങനെ പുതുപ്പെണ്ണുങ്ങളെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കണുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാനും ഇതിനുമൊക്കെ വേണ്ടിയിട്ട് കാണും ചെയ്യുക. ഫോട്ടോ എടുക്കാൻ മാച്ചി വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ലുബമോൾ ആരെയും ഫോൺ എടുത്തിട്ട് അവർക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ ഇത് അവരുടെ ഫാമിലിയാണ് കേട്ടോ. ഉപ്പ ഉമ്മ സിസ്റ്റേഴ്സ് അങ്ങനെ ഉള്ള ഫാമിലിയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം നമ്മളിതാ മക്കളൊക്കെ ആകെ ടയേർഡായിട്ടുണ്ട്. അത്രയും ലോങ് ഇതല്ലേ വന്നിരിക്കുന്നത്. കാരണം ചെറിയൊരു ടയേർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വന്നിട്ട് നമ്മൾ ജ്യൂസൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇരിക്കണത്. പിന്നെ ഇടയിൽ വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ഇവരുടെ ഫോട്ടോ ഒക്കെ ഞാനൊന്ന് ഇതിൽ പകർത്തിയതാണ്. ഫോട്ടോ എടുക്കണതും വീഡിയോ, കല്യാണത്തിന് വന്നിട്ട് കല്യാണ വീഡിയോ ഇല്ല എന്ന് പറഞ്ഞ മോശമല്ലേ, അപ്പോൾ എല്ലാം ഒന്നതിൽ ഞാൻ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതും പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് ഇഷ്യൂ ആയിട്ട് രണ്ടാമത്തെ ടൈമാണ് അപ്ലോഡ് ചെയ്യണത്. എല്ലാവരും അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു വീഡിയോയിലത്തെ ഹൈലൈറ്റ്സ്. അങ്ങനെ മഹറിട്ട് കൊടുക്കുമ്പോഴുള്ള സീനാണ് ചിരിച്ചിട്ടും ഇതായിട്ടൊക്കെ ഇരിക്കുന്നത്. കാരണം ഫോട്ടോയിലേക്ക് കറക്റ്റ് പെടണമെങ്കിൽ. അപ്പോൾ ഒരുപാട് യാത്ര ചെയ്തുകൊണ്ട് തന്നെ നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തീരെ വെയ്യുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ശരിയായത്. രാത്രിൻ്റെ പുലർച്ചെ 4 മണിക്ക് വന്നിട്ട് ഞങ്ങൾ എത്തിയത്. ഉച്ചയ്ക്ക് 2 മണിക്കോ 3 മണിക്കൊക്കെയാണ് തോന്നുന്നു എത്തിയത്. അങ്ങനെ മക്കളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടാണ്. നല്ല മട്ടൻ ബിരിയാണിയും ചില്ലിയൊക്കെ ആയിരുന്നു. പിന്നെ സാലഡും അതിനനുസരിച്ച് എല്ലാ ഫുഡും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടി ഇരുന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഇതാ ബസ്സിൽ കയറി വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയായി കേട്ടോ. പിന്നെ ഇടയിൽ വെച്ചിട്ട് ചായ കുടിക്കാനൊക്കെ കയറുന്നുണ്ട്. അങ്ങനെ ഇതാ ആകെ ടയേർഡായിട്ടാണ് ഈ പോണത്. നമ്മൾ വന്ന വഴിയൊക്കെയാണ് അത് കേട്ടോ. നല്ലൊരു കല്യാണമായിരുന്നു. അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളി കല്യാണമൊക്കെ ആയിരുന്നു കേട്ടോ. യാത്ര കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറയാൻ നമുക്ക് ഒരു തലവേദന ചെറുതായിട്ടുണ്ടായിരുന്നു യാത്രയുടെയാണ്. അങ്ങനെ ഇരുട്ടായി, നല്ല മഴയാണ് കേട്ടോ. എല്ലാം മഴയുടെ ടൈമിലാണ് ഈ പോയിരുന്നത്. നിർത്താത്ത മഴയായിരുന്നു. അപ്പോൾ ഇനിയൊക്കെ രാത്രി ആകുമ്പോഴത്തേനും കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതൊക്കെയാണ് കൊല്ലത്തെ കല്യാണ വിശേഷങ്ങൾ. അതിൻ്റെ ഇടയിൽ ട്രാഫിക് വന്നു, ട്രാഫിക്കിൽ പെട്ടു. പിന്നെ വന്ന വഴിയുള്ള ബീച്ച് സൈഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നൈറ്റ് ആയപ്പോൾ എടുത്തത്. നൈറ്റ് ആയതുകൊണ്ടൊന്നും ക്ലിയർ ഇല്ല. നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല അത്യാവശ്യം കണ്ടിരുന്നു. രാത്രി ഇരുട്ട് മൂടാൻ നേരത്ത് ഒന്നും കാണാനില്ല. വന്ന വഴികളൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. വഴി എന്തായാലും അറിയില്ല. എന്നാലും കാഴ്ചകളൊന്നും അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല. നല്ല ബീച്ചിൻ്റെ സൈഡാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.